യു എയിൽ താമസിക്കുന്ന നമുക്ക് പലപ്പോഴും വരുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് എവിടെയാണ് ഒരു ചികിത്സ ലഭിക്കുക, അല്ലെങ്കിൽ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട് നല്ല സൈക്കാട്രിസ്റ്റ് എവിടെയുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലുമൊക്കെ സേവനം നടത്തുന്ന ഡോക്ടർ അനീസ് അലിയുടെ സർവീസ് എല്ലാ മാസവും ആദ്യത്തെ ഒരാഴ്ച ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഷാർജയിൽ അബുഷഗാരയിലുള്ള റയാൻ ഗൾഫ് മെഡിക്കൽ സെൻറ്റർ. അവിടെ ഈ ഒരു 4 ദിവസം, അതായത് എല്ലാ മാസത്തെയും തുടക്കത്തിലുള്ള 4 ദിവസം സാറിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല, കൃത്യമായ എന്താണ് നിങ്ങളുടെ മാനസികമായ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഒരു മെഡിസിൻ ആവശ്യമുണ്ടോ, അല്ല നിങ്ങൾക്ക് തെറാപ്പിയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ മറ്റു ആവശ്യങ്ങൾ മാത്രം മതിയോ, ഇത് കൃത്യമായി നിർണ്ണയിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടെ ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. ആ ഡോക്ടറിൻ്റെ സേവനം ഈ ഒരു റയാൻ ഗൾഫ് മെഡിക്കൽ സെൻറ്ററിലുണ്ട്. മാത്രമല്ല, ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇവിടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത്, ജോബ് ലോസ് ഒക്കെ വരുന്ന ഒരു സമയത്ത്, പെട്ടെന്ന് നമ്മൾ സഡൻലി ഒരു ജോബ് നഷ്ടമാകുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു മാനസിക പ്രശ്നങ്ങളുണ്ടാകാം. കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷനായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇത്തരം ഡോക്ടേഴ്സിൻ്റെ സേവനം നമുക്ക് ആവശ്യം. അത്രയും എക്സ്പീരിയൻസ് ഉള്ള സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ അനീസ് അലി. നമസ്കാരം സാർ. നമസ്കാരം. ഈ വരുന്ന ദിവസങ്ങളിലും ഡോക്ടർ എല്ലാ മാസവും ആദ്യത്തെ 5 ദിവസം പരമാവധി 5 ദിവസം സാറിൻ്റെ സർവീസ് സേവനം ഈ അബുഷഗാരയിലുള്ള റയാൻ മെഡിക്കൽ സെൻറ്ററിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു മാനസിക പ്രശ്നങ്ങൾ നിന്നിരുന്ന ഈ ജോബ് ലോസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളെപ്പോലും, കുടുംബത്തെ തന്നെ വല്ലാതെ ആടിയുലയ്ക്കുന്നൊരു സിറ്റുവേഷനുണ്ട് ഈ ഒരു സമയത്ത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് അതൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തേണ്ടുന്ന സിറ്റുവേഷൻ വരുന്നതെന്ന് തിരിച്ചറിയാൻ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇതിൻ്റെ നിജസ്ഥിതി നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇതൊക്കെ ടോട്ടലി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഡെഫിനറ്റ്ലി നമ്മളെ ഈ രാജ്യം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും അവരെ സർവൈവലും അവർക്ക് ഈ രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള എല്ലാ പ്രതിരോധ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിയ തീവ്രതയിലേക്ക് എത്താതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതിന് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവുക. അതായത് നമ്മളൊരു പ്രൊഫഷണലി സ്കിൽഡ് ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ ഇതല്ലെങ്കിലും നമ്മൾ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൊരു മനക്കരുത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സെൽഫ് സജഷൻ നമ്മൾ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മളതിലേക്ക് വീക്കായി കഴിഞ്ഞാൽ ഉള്ള പ്രവൃത്തികൾ നമുക്ക് ഇല്ല. ഇപ്പോൾ ഇതിലധികമുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു കാര്യമാണ് കോവിഡ് ഒക്കെ. അപ്പോൾ കോവിഡ് സമയത്തൊക്കെ വളരെ കുറേ കാലം ഫ്ലൈറ്റ്സുകളൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എല്ലാവർക്കും നഷ്ടപ്പെട്ട അവസ്ഥ. പക്ഷേ അതിനെ ഓവർകം ചെയ്തു വന്നു. അപ്പോൾ ഇതും ഓവർകം ചെയ്യും. ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ ആളുകളൊക്കെ അതിൻ്റെ ചർച്ചകളും ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് എത്തും. ഡെഫിനറ്റ്ലി കുറേ ആളുകൾക്ക് ഇതൊക്കെ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ആ വേവലാതി കാരണമൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. ബിസിനസ് സ്വന്തമായി ചെയ്യുന്ന ആളുകളാണ് ചെയ്യുക. അവരെ പേടി നോക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് സ്റ്റാഫിന് പേയ്മെൻറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ബിസിനസ് നടക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു വ്യവസ്ഥ ഗവൺമെൻറ് തന്നെ കണ്ടെത്തിയിട്ട് നമുക്കൊക്കെ തരും. പല എക്സംഷൻസൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, എങ്ങനെ ആളുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ മുന്നോട്ട് പോകാനുള്ള പ്രയാസങ്ങളൊക്കെ അവരൊക്കെ മുന്നിൽ ഈ വിഷയങ്ങളുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ അതൊക്കെ ഒരു ഡിക്ലറേഷനിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ സർട്ടൻ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് മുമ്പ് തന്നെ നമ്മൾ പാനിക്കായി നമ്മൾ ചില ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങിനൊക്കെ ഉള്ള അവസ്ഥ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ നോക്കുക. എന്തായാലും അതിന് റിക്കവറിയിലേക്ക് ഉടനെ നമ്മൾ തിരിച്ചു വരും, ഉജ്ജ്വലശക്തിയോടുകൂടി തിരിച്ചു വരും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നമ്മളെടുക്കുക. അത് മനസ്സിനെ അത് ശക്തിപ്പെടുത്തുക. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടുത്തെ റൂളേഴ്സൊക്കെ നമുക്ക് പലതും ന്യൂസുകളായിട്ടും പറഞ്ഞു തരുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പറയേണ്ട ആവശ്യമില്ല, നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ നമുക്കതിൽ അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ കൗൺസിലിങ്ങും, അതുപോലെ നമുക്കിപ്പം ഗൾഫ് മെഡിക്കൽ സെൻറ്ററിൽ റയാൻ മെഡിക്കൽ സെൻറ്ററിൽ അവിടെ സൈക്കോളജിസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ സാറിൻ്റെ ഒരു സേവനമുണ്ട്. അപ്പോൾ എപ്പോഴാണ് കൗൺസിലിംഗ് വേണ്ടി വരുന്നത്, എപ്പോഴാണ് സാറിൻ്റെ ഒരു സേവനം? അതായത് ഒരു മാസം 5 ദിവസമാണ് സാർ വരുന്നെങ്കിൽ സാറിനെ കാത്തിരിക്കേണ്ടുന്ന സിറ്റുവേഷൻ ഒരു പേഷ്യൻ്റ് ഉണ്ടാകേണ്ടത് എപ്പോഴായിരിക്കും, ഏത് സിറ്റുവേഷനിലായിരിക്കും? ഇമീഡിയറ്റ് ആയിട്ട് നമ്മളെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭയം, പേടിയൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ വർക്കിനെ ഇൻറ്ററപ്റ്റ് ചെയ്ത് തുടങ്ങുക, നമ്മളെ പബ്ലിക്കായിട്ടുള്ള സംസാരത്തിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളെ കുടുംബാംഗങ്ങളോ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുണ്ട് നടത്താം. അതൊരു മൈൽഡർ ഫോമിലൊക്കെ ആയിട്ട് ബിഹേവിയറിൽ മാത്രമുള്ളൊരു ചേഞ്ചസ് ഒക്കെ ആയി തോന്നുന്നുള്ളെങ്കിൽ
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് വേണമെങ്കിൽ മുന്നോട്ട് നീങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ആ സൈക്യാട്രിസ്റ്റിൻ്റെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെഷൻ മാത്രം മതിയെങ്കിൽ ഞങ്ങൾ പിന്നെ ഉടനെ തന്നെ അതൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയുകയും അവരെ റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അതല്ല, അതിനുപരി ഒരു മെഡിസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തന്നെ ചില മെഡിസിൻസ് കൊടുത്തിട്ട് അതിന് സപ്പോർട്ടീവായിട്ടുള്ള സൈക്കോതെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ നമുക്കതിന് ടൈമില്ലെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ടായിട്ടുള്ള ആളത്തേക്ക് ഡയറക്റ്റ് ചെയ്യും. അത് രണ്ടും കൂടി കൊടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ സാധാരണ പറയാറ്. എന്തായാലും ഡോക്ടറുടെ സേവനം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഇപ്പോഴേ, അതായത് ഈ ഒരു സമയത്ത് തന്നെ, ഈ ഒരു വീഡിയോ പോകുന്ന സമയത്ത് ഇതിൻ്റെ താഴെ നമ്പറുണ്ട്, അതിൽ വിളിച്ച് സാറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഏത് സമയത്താണ് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏത് സമയമാണ് കംഫർട്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സമയത്ത് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു റയാൻ മെഡിക്കൽ സെൻ്ററിലേക്ക് നേരിട്ട് പോകണമെന്നില്ല. ഡോക്ടറെ ഈ ഒരു നമ്പറിലേക്ക്, ആ ഹോസ്പിറ്റൽ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്, അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ മെയ് മാസം ആദ്യത്തെ ദിവസങ്ങളിലാണ് സാറിൻ്റെ ഒരു സർവീസ് ഇവിടെ ഉണ്ടായിരിക്കുക. അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.